ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയെ എല്ലാവരും കൂടെ ചേർന്ന് കുറ്റപ്പെടുത്തുകയാണ് ദേവയാനിയുടെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ട്. ദേവയാനിയാണെങ്കിൽ ഇത്രയുമായിട്ട് മാറാനും തയ്യാറായിട്ടില്ല. മര്യാദ എന്ന് പറയുന്നത് ദേവയാനിക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്ന് ദേവയാനിയെ കുറ്റപ്പെടുത്തുന്നു. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞത് ദേവയാനിക്ക് മര്യാദയും വകതിരിവും ഇല്ല, പക്ഷെ നമ്മുടെ നയനയ്ക്ക് അത് വേണ്ടുവോളം ഉണ്ട്. അതാണ് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഈ വീട്ടിലെ വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ഭയങ്കര കലിപ്പ്. കാരണം നയനയെ എല്ലാവരും പുകഴ്ത്തുവാണല്ലോ. അപ്പോൾ ഇവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെന്നും ഇവൾ എന്നെ മനഃപൂർവ്വം കൊച്ചാക്കിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായി നിൽക്കുകയാണെന്നും അതിന് അവൾക്ക് ഏതായാലും സംതൃപ്തി ആകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഭയങ്കര എന്നെ നിങ്ങളെല്ലാവരും ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു വിലയും തരുന്നില്ല തുടങ്ങിയ രീതിയിലൊക്കെ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ദേവയാനി ഇവരോട് പറയുവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിന്റെ പ്രവൃത്തി ദോഷമാണ് നിന്നെ കൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്നും നീ ഒരു നിമിഷം കാര്യങ്ങൾ ചിന്തിച്ച് ജീവിച്ചു നോക്കുക, അപ്പോൾ എന്താകും ഈ വീട്ടിൽ നിന്റെ ആ ഒരു സ്ഥാനം, അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന ആ ഒരു ഇതെന്നൊക്കെ ഇങ്ങനെ പറയുക ഇവർ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്നു. തനിക്ക് നയനയെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു മര്യാദകളും ഈ വീട്ടിൽ നിന്ന് വേണ്ടെന്നുള്ള കാര്യങ്ങൾ പറയാണ് നമ്മുടെ ദേവയാനി. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുക, എനിക്ക് ആരുമില്ല, ഇതാണ് ഇപ്പോൾ എല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്കില്ലാത്ത കുറ്റങ്ങളെല്ലാം കണ്ടെത്തുന്നു. നാളെ എൻ്റെ മോനും എന്നോട് ഈ രീതിയിൽ തന്നെ പെരുമാറുമെന്നും എനിക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേവയാനി പറയണം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ മാറണം, നീ മാറിയേ പറ്റൂ എന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ദേവയാനിയെ മാക്സിമം ഉപദേശിക്കുന്നു. പക്ഷെ ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ, എങ്ങനെ കേൾക്കാൻ, അതൊന്നും കേൾക്കേണ്ട കാര്യം ദേവയാനിക്ക് ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ദേവയാനി അതിനൊന്നും പുല്ല് വില പോലും കൊടുക്കുന്നുമില്ല. അപ്പം അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം അവിടെ സംഭവിക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നയനയോട് ഓഫീസിലേക്ക് ചെല്ലുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം മോളിങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കേണ്ട കാര്യമില്ല, ഓഫീസിലേക്കൊക്കെ ചെല്ലാൻ പറഞ്ഞു, ആദർശിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇവർ കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറിക്കോട്ടെ എന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയും വിചാരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ നയനയോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറയുക. അപ്പോൾ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞ സമയത്ത് നയന വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ചെല്ലാനായിട്ട് ഇവർ നിർബന്ധിച്ചു. അപ്പോൾ മുത്തശ്ശൻ നിർബന്ധിച്ചതുകൊണ്ട് നയനയ്ക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല, പോയേ പറ്റൂ. അപ്പോൾ നയന അത് ശരി പോയേക്കാം എന്ന് വിചാരിച്ച് പോകാനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ നയന പോകാനായിട്ട് റെഡിയാകുന്നു. ഈ സമയത്ത് ദേവയാനിയെ ചൂട് പിടിപ്പിക്കാൻ വീണ്ടും ജലജ ചെല്ലുവാണ്. കണ്ടോ, അവളിപ്പോൾ എല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ചേക്കേറാൻ പോവുകയാണെന്നും ഏട്ടത്തിയെ അവൾ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ കരിവാരി തേക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ ദേവയാനിയുടെ മനസ്സിലേക്ക് തീ കോരി ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ ദേവയാനിക്ക് കൂടുതൽ കലിപ്പും കാര്യങ്ങളും കയറി വരുന്നു. എന്തായാലും അവൾ പോവുകയാണെങ്കിൽ പോട്ടെ, കുറച്ച് നേരമെങ്കിലും അവളുടെ മുഖം കാണാതിരിക്കാമല്ലോ എന്നാണ് ദേവയാനി വിചാരിക്കുന്നത്. പക്ഷെ അവിടെയും ദേവയാനിക്കും അതുപോലെ നയനയ്ക്കും ഇടയിലേക്ക് ഇങ്ങനെ വിഷവിത്ത് ഇങ്ങനെ പാകി ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുക ദേവയാനിയെ കൊണ്ട് പറയിപ്പിക്കാനും ചെയ്യിപ്പിക്കാനുമായിട്ട് ഈ ജലജ. ആ ഒരു ഇതിൽ ദേവയാനി ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നു. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പാവം നമ്മുടെ നയന ഓഫീസിലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പവിത്ര അവിടെ ഇരിപ്പുണ്ട്. അപ്പം നയനയെ കണ്ടപ്പോഴേക്കും മുഖമൊക്കെ വലിച്ച് വല്ലാത്തൊരിതിൽ പവിത്ര അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ പവിത്ര, എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്തതെന്ന് ചോദിച്ചു നയനയെ. അത് പിന്നെ മേഡം വന്നത് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. എന്തിനാ മുഖത്ത് നോക്കി കള്ളം പറയുന്നത്, ഞാനിങ്ങ് വേറെ വരുന്ന നീ കണ്ടതാണെന്ന് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ മേഡം ഞാൻ ഇച്ചിരി തിരക്കായിപ്പോയെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, അതൊന്നും സാരമില്ല. എന്തായാലും നീ ചെന്ന ആദർശേട്ടനോട് ഞാൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അത് പറയണോ മേഡം, മേഡത്തിനെ കാണുന്നത് പോലും സാറിന് ഇഷ്ടമല്ലല്ലോ. മേഡം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും സാറിന് ഇഷ്ടപ്പെടുകയല്ല. അപ്പം ചെന്ന് പറയുന്ന ഞാനൊരു തെറ്റുകാരി ആവില്ലേ? അപ്പം പിന്നെ ഞാനായിട്ടത് പറയണമെന്ന് ചോദിച്ചു. എന്താ, ഞാൻ വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഭർത്താവിനോട് പറയുന്നതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വരുമ്പോൾ ദേഷ്യം കാണിക്കുന്നതൊക്കെ പണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ മാറി. സംശയം ഉണ്ടെങ്കിലേ നീ ഒന്ന് പോയി ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ നീ പോയി പറഞ്ഞു നോക്കാൻ പറഞ്ഞ് പവിത്രയെ നിർബന്ധമായും നമ്മുടെ നയന പറഞ്ഞു വിടുന്നു. അങ്ങനെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന നമ്മുടെ ആദർശിൻ്റെ അടുത്തേക്ക് പവിത്ര ചെന്നിട്ട് നയന വന്ന കാര്യങ്ങൾ പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം അവളോട് കയറി വരാൻ പറഞ്ഞു. അപ്പോൾ ആദർശ് ഇത് പറഞ്ഞപ്പോൾ പവിത്ര ഞെട്ടിപ്പോയി. നയന പറഞ്ഞത് സത്യമാണല്ലോ. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. എൻ്റെ ദൈവം, ഇനി ആ പെണ്ണുപിള്ളേനെ എങ്ങനെ സഹിക്കും എന്നൊക്കെ അവിടെ ഇരുന്ന് ആശാത്തി ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും ആ ഒരു സംസാരത്തിനൊടുവിൽ നമ്മുടെ
നയന അകത്തേക്ക് കയറി ചെന്നപ്പം നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് വരാൻ പറഞ്ഞതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ദേ നയന നോക്ക്, എനിക്ക് കൃത്യനിഷ്ഠയില്ലാത്തവരെ ഇഷ്ടമല്ല. വരികയാണെങ്കിൽ സ്ഥിരമായിട്ട് വരണം, അല്ലെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തല കാണിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വരാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, മുത്തശ്ശനും മുത്തശ്ശി നിർബന്ധിച്ചതുകൊണ്ട് മാത്രം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ വരിക, ഇല്ലെങ്കിൽ നീ വരാതിരിക്കുക. പറഞ്ഞത് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആദർശേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോഴത്തേക്കും പവിത്ര ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കാൻ അവിടെ ഒന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുക. എന്തെങ്കിലും ഇവർ തമ്മിൽ ഇനിയിപ്പോൾ നയന പറഞ്ഞതിൽ വലിയ സത്യം ഉണ്ടോ നുണയാണോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ നയനയും ആദർശും കൂടി ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ എന്തായാലും ആദർശേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം, ഞാൻ മുത്തശ്ശനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനോ അതിൽ പോകാനല്ല ഞാൻ പറഞ്ഞത്. നീ വരുമ്പോൾ ഇനി മുതൽ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ഒരുമിച്ച് പോകാം, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ കിടന്ന് ഉരുളുക. എന്തായാലും ഇപ്പോൾ മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതുകൊണ്ട് നയനയ്ക്ക് നയനയുടേതായ കുറച്ച് ജീവിതമൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ നയനയും ആദർശം തമ്മിൽ വഴക്കാണെന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്രയ്ക്ക് സന്തോഷമായി. പക്ഷെ അവസാനം നീ ഇവിടെ ഇരുന്നോ, എൻ്റെ കൂടെ വന്നിട്ട് പോയാൽ മതിയെന്നൊക്കെ ആദർശ് പറഞ്ഞത് കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് ആകെ ഒരു ഇതുപോലെ. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അതങ്ങനെ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു അനിയും കണ്ടുമുട്ടുന്നു. അതായത് അനി നന്ദുവിനെ വിളിച്ചു വരുത്തിയതാണ്, വീട്ടിലിരുന്ന് നന്ദുവിനെ കാണണമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ വന്നു, കണ്ടു, സംസാരിക്കുന്നു. അങ്ങനെ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ തോരാതെ ഏത് നേരം അനാമികയുടെ കാര്യം പറയാൻ അനിക്ക് നേരമുള്ളൂ. അത് കേൾക്കുന്നത് നന്ദുവിന് ഇഷ്ടമല്ല. ഇവർ തമ്മിൽ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അനാമികയുടെ കോള് വേഗം തന്നെ അനിക്ക് വന്നു. അപ്പോൾ ഫോൺ എടുത്തു. അപ്പോൾ അത്യാവശ്യമായിട്ട് ഒരിടം വരെ കൂടെ ചെല്ലാവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഫോൺ വന്നത്. അപ്പോൾ വരാമെന്നോ പിന്നും നോക്കാതെ നമ്മുടെ അനി കയറി സമ്മതിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഫോൺ കട്ട് ചെയ്തിട്ട് നന്ദുവിനോട് പറയുവാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം, അനാമിക എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അനാമിക വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നോ? വീട്ടിൽ ചുമ്മാ ഇരുന്ന് എന്നെ എന്തിനാ പിന്നെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചു. അത് പിന്നെ അവളിപ്പോൾ വിളിച്ചതല്ലേ ഉള്ളൂ, അങ്ങനെ വിളിക്കുമെന്ന് ഞാൻ ഓർത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ അനീത്, നീ എന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. എടോ അങ്ങനെയൊന്നും അല്ല, താൻ എന്നെ ഒന്ന് മനസ്സിലാക്കുക. അനാമികയും ഞാനും ഇപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്നോട് കൂടെ ചെല്ലാവോ എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ കൂടെ ചെല്ലാതിരിക്കും? അതുകൊണ്ടല്ലേ എന്നോട് ക്ഷമിക്കും, ഞാനൊന്ന് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കുന്നു. അല്ലെങ്കിൽ അവൾക്കത് വിഷമാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കെന്താ വിഷമമൊന്നുമില്ല, നീ എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ പരിപാടിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് സങ്കടമൊന്നും ഇല്ലേന്ന് ചോദിച്ചുകൊണ്ട് നേരം നമ്മുടെ നന്ദു ഇങ്ങനെ അനിയോട് ചോദിച്ചു. അനി അങ്ങനെ അനാമികയ്ക്കും നന്ദുവിനും ഇടയിൽ പെട്ട് കിടന്ന് കറങ്ങുവാണ്. അപ്പോൾ കുറേ നേരമായി അനിയെ അനാമിക വിളിച്ചിട്ട് നന്ദുവായിട്ട് സംസാരിച്ചു നിൽക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അനിയെ കാണാതായപ്പോഴേക്കും അനാമിക ഇങ്ങോട്ടേക്ക് വന്നു. അനാമിക വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനാമിക ഇവരെ ഇങ്ങനെ നോക്കുക. അപ്പോൾ അനാമികയെ കണ്ടപ്പോൾ അനി വേഗം തന്നെ നന്ദുവിന് കാണിച്ചു കൊടുത്തതേ ഇതാട്ടോ അനാമിക എന്നും പറഞ്ഞതേ അയാൾ ഇവിടെ എത്തിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഇഷ്ടത്തോടെയൊക്കെ നിന്നിങ്ങനെയൊക്കെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നന്ദുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. നന്ദു ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ആദർശും അതുപോലെ തന്നെ നയനയും കൂടെ ഓഫീസിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആദർശിൻ്റെ തൊട്ടരികിൽ തന്നെ നയന ഇരിപ്പുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ അടുത്ത് വന്നിരിക്കുന്നതിൻ്റെ ആ കലിപ്പ് ആദർശിൻ്റെ മുഖത്തും മനസ്സിലും ഒക്കെ ഉണ്ട്. പക്ഷെ അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ആദർശ് ഇങ്ങനെ കടിച്ച് വിഴുങ്ങിയിരിക്കുക. ഞാനിവിടെ വന്നത് ഇഷ്ടമല്ലെന്നും അതുപോലെ തന്നെ എന്നോട് സംസാരിക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മുത്തശ്ശനെ പേടിച്ചിട്ടാണ് എന്നോട് ഇങ്ങനെ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ മനസ്സുകൊണ്ട് അവിടെ ഇരുന്ന് പറയുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ ദിവസമൊക്കെ അടുപ്പിച്ചടുപ്പിച്ചിരുന്ന് വർക്ക് ചെയ്യുകയും കാര്യമൊക്കെ ചെയ്യുന്ന സമയത്ത് മിക്കവാറും നമ്മുടെ ആദർശിൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ദേവയാനി മാറാത്തിടത്തോളം ആദർശിനൊന്നും ഒരു കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആദർശ് അങ്ങനെ പെട്ട് നിൽക്കുക, എന്ത് ചെയ്യുമെന്ന് ആദർശിനും അറിയില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇവർക്കിടയിലുള്ള ഈ ഒരു വഴക്കും കാര്യങ്ങളും സ്നേഹവും ഉണ്ടാക്കിയ സ്നേഹവും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ നന്ദു വട്ടം കയറി ഉടക്കിയ അനിയോട്. കാരണം അനി ഇപ്പം നന്ദുവിന് വില കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്ഥാനം കൊടുക്കുന്നില്ല, അനാമിക വന്നതോടുകൂടി ഒരു ബഹുമാനം കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു ഇതെല്ലാം നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിലുണ്ട്. അപ്പം നന്ദു അതെല്ലാം അനിയോട് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. എന്നിട്ട് അനാമിക വന്ന് നന്ദുവായിട്ട് സംസാരിക്കുന്ന സമയത്ത് നന്ദുവാണ് ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ അനാമികയോടും സംസാരിച്ചു. അങ്ങനെ ഇനി എന്നെ ഒന്നിനും വിളിക്കേണ്ടെന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇവരുടെ സ്നേഹവും അതുപോലെ അതിൻ്റെ വഴക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും
ഭ്രാന്ത്, അതായത് ആദർശിൻ്റെയും നയനിയുടെയും ജീവിതം കണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ചും ജലജയും ദേവയാനിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡയലോഗുകളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ കഥാസാരം ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.